PNL-ന്റെ സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ ആശംസ നേർന്നു. ആദരണീയായ അധ്യക്ഷൻ, വേദി ധന്യമാക്കിയ പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, അപൂർവമായ ഒരു സൗഭാഗ്യമാണിത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷികം കൊണ്ടാടുന്ന അവസരത്തിൽ നമുക്കൊക്കെ അതിൽ ഭാഗമാക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് വളരെ വളരെ ധന്യമാണ്. അതുമാത്രമല്ല, ഇത്തരം പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് പ്രത്യേകിച്ചിട്ടും ഞങ്ങൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും സംഭവവികാസം വരുന്ന സമയത്ത് അഭിപ്രായം പറയുമ്പോൾ ആകെ നോക്കുക മതസംഘടനകൾ എന്താ അഭിപ്രായം പറഞ്ഞതെന്നുള്ളതാണ്. കാരണം അവരുമായി അധികം ഭിന്നിച്ചൊരു അഭിപ്രായം പറയണ്ട എന്നുള്ളതാണ്. കാരണം അവർക്ക് പ്രയാസം ഉണ്ടാവുന്നത് മാത്രമല്ല, അവസാനം അനാവശ്യമായ ചർച്ചകളിലേക്ക് വരികയും ചെയ്യും. പക്ഷെ ആ വിഷയത്തിൽ നേരത്തെ ഫസൽ ഗഫൂർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ജമിയത്തുൽ ഉലമയാവട്ടെ, നദ്വത്തുൽ മുജാഹിദ് ആവട്ടെ കൂടുതലൊന്നും പറയാറില്ല എന്നുള്ളതാണ്. ചിലർ അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ വ്യക്തിപരമായി ഫോൺ ചെയ്ത് പറയും, അല്പം മിണ്ടാതിരിക്കുക, അധികം വെറുതെ ഫിത്തന ഉണ്ടാക്കണ്ടെന്ന് പറയും. പക്ഷേ 100 വർഷത്തെ മെച്യൂരിറ്റി ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പരിപാടികളിലും കാണാനുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ കുറേ വക്താക്കൾ എൻ്റെ സുഹൃത്തുക്കളാണ് നാട്ടിൻപുറങ്ങളിലും. സാധാരണ വെള്ളിയാഴ്ച ഏതെങ്കിലും നഗരത്തിൽ പെട്ടാൽ ഒരു നല്ല കുത്തുബ കേൾക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അടുത്ത കാലത്ത് വയനാട്ടിൽ പോയപ്പോൾ തോറും സലഫി മസ്ജിദിൻ്റെ അടുത്ത ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ പോയി നോക്കുമ്പോൾ വളരെ ധന്യമായ ഒരു പ്രസംഗം കേൾക്കാൻ സാധിച്ചു. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്കാണ് ഞാൻ പലപ്പോഴും തന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ കേരള ജമിയത്തുൽ ഉലമയും കാണാറ്. ഇത് കെട്ടിപ്പടുത്തത് അല്ലെങ്കിൽ ഇതിന് ബീജാഭാവം നൽകിയത് ആ കാലഘട്ടത്തെ കൈക്കുമ്പിളിൽ ഒതുക്കിയ യുഗപ്രഭാവരായ കുറേ നേതാക്കന്മാരാണ്. എല്ലാവരും തന്നെ വക്കം മൗലവിയുടെ പേര് പറഞ്ഞു. വക്കം മൗലവി മാത്രമല്ല, മക്തി തങ്ങൾ, ഹംദാനി തങ്ങൾ, മണപ്പാട്ട് കുഞ്ഞമ്മദ് ഹാജി തുടങ്ങി KM മൗലവി തുടങ്ങി ആ കാലഘട്ടത്തിൻ്റെ ദൈക്ഷണികമായ എല്ലാ പ്രഭാവങ്ങളും നിറഞ്ഞ നേതാക്കന്മാർ ഇവരെല്ലാം തന്നെ. നമ്മൾ വക്കം മൗലവിനെ കുറിച്ചൊക്കെ കുട്ടികൾ പഠിക്കുന്നതല്ലാതെ വലിയവർ പഠിക്കൽ കുറവാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ആരാണ് വക്കം മൗലവി എന്നുള്ള സംഭവം. ആ കാലഘട്ടത്തിൽ 2005 കാലഘട്ടത്തിൽ ജർമ്മനിയിൽ നിന്ന് 12,000 രൂപ ചെലവാക്കി ഒരു പ്രിന്റിംഗ് മെഷീൻ കൊണ്ടുവന്ന് ഇവിടെ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം തുടങ്ങിയ ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് പോലും നമ്മുടെ ഇവിടുത്തെ പത്രങ്ങൾക്ക് റോയിറ്റേഴ്സായിട്ട് വല്ല കണക്ഷനില്ല. അന്ന് ലോക വാർത്തകൾ നൽകുന്ന റോയിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ വാർത്തകൾ ശേഖരിച്ചിരുന്നത്. വക്കം മൗലവി അദ്ദേഹം ആരാണ് എന്ന് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹത്തിന് ഹിന്ദി അറിയാം, ഉറുദു അറിയാം, പേർഷ്യൻ അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം, എല്ലാം അറിയാം. ഇതിനെല്ലാം തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെ വടക്കേ ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പ്രദേശത്തു നിന്നും കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചാണ് പഠിപ്പിച്ചത്. അത്ര വലിയ ധനാഢ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നുള്ളതാണ്. കാൽപ്പട്ടണത്തൊക്കെ വന്ന് താമസിച്ചവരാൻ ധനാഢ്യന്മാരായിരുന്നു. നമ്മൾ സാധാരണ വക്കം മൗലവിനെ കുറിച്ച് പറയുമ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും പറയാറ്. ആരെ ഇതിൽ സ്വാധീനിച്ചു എന്നുള്ളതൊരു ഗവേഷണ വിഷയമാണ്. അത് വിദ്യാർത്ഥികൾക്ക്, ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഞാൻ പലപ്പോഴും തന്നെ ചിന്തിക്കാറുണ്ട്. വക്കം മൗലവി ശ്രീനാരായണ ഗുരുവിനെ സ്വാധീനിച്ചതാണോ അല്ല ശ്രീനാരായണ ഗുരു വക്കം മൗലവിനെ സ്വാധീനിച്ചതാണോ? ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്, ഇസ്ലാമിനെ കുറിച്ചും മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഈ ശ്രീനാരായണ ഗുരു മനസ്സിലായത് വക്കം മൗലവിയുടെ വീട്ടിൽ വെച്ച. ഞാൻ നേരത്തെ പറഞ്ഞ തമിഴന്മാരും പേർഷ്യക്കാരും ഉറുദു പണ്ഡിതന്മാരെല്ലാം ഒത്തൊരുമിച്ച സദസ്സിൽ വെച്ച് ഒരു ക്ലബ്ബ് പോലെ അവരവിടെ ചേർന്നിട്ടായിരുന്നു മതങ്ങളെക്കുറിച്ച് പഠിച്ചതും അതുപോലെ തന്നെ സൗഹൃദത്തിൻ്റെ സൗഭാത്രത്തിൻ്റെ വലിയൊരു അന്തരീക്ഷം ഉണ്ടാക്കിയതും. എത്രത്തോളം എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മഠമുണ്ടല്ലോ, അതിൻ്റെ വലിയൊരു പള്ളി നിർമ്മിക്കണമെന്ന്. ആ നിർദ്ദേശം പലപ്പോഴും തന്നെ വക്കം മൗലവിന് മുമ്പിൽ വെച്ചിരുന്നു. എന്തുകൊണ്ടോ അത് സഫലീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അവരെല്ലാം കൂടിയിട്ടാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകാം. ആ നിഷ്പക്ഷ സംഘം എന്ന് പറയുന്നു, പിന്നെ ഐക്യ സംഘം എന്നൊക്കെ പറയുന്നു. അതൊരു പ്രസ്ഥാനമായിട്ട് വളരുന്നു. അത് ഇവിടെ പ്രകാശത്തിൻ്റെ വലിയ ഒരു ഗോപുരം തന്നെ തീർക്കുകയാണ്. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികപരമായി, സാമൂഹ്യമായി, സാമ്പത്തികമായി പോലും ഒന്ന് മനസ്സിലാക്കണം. സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാകണമെന്ന് ശ്രീനാരായണ ഗുരു പലപ്പോഴും പറഞ്ഞത് മുസ്ലിം സമൂഹത്തിലെ സാമ്പത്തികമായ ഉന്നമനം മനസ്സിലാക്കിയിട്ടാണ്. ഞാനത് പലപ്പോഴും തന്നെ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഹംദാനി തങ്ങൾ, സനാഉല്ലാ മക്തി തങ്ങൾ, അദ്ദേഹം
എക്സൈസ് ഓഫീസറായിരുന്നു സലാഹുദ്ദീൻ മക്തി തങ്ങൾ. 35-ാം വയസ്സിൽ അത് വെച്ചു എന്ന് മാത്രമല്ല, അന്ന് മലയാളത്തിലെ ഏറ്റവും നല്ല ലേഖനം ചിലപ്പോൾ വായിച്ചില്ല. ആ കാലഘട്ടത്തിൽ കഠോരം എന്നൊക്കെയാണ് ഹെഡിങ് ഒക്കെ കൊടുക്കുക. ആ തരത്തിൽ ഒരു വലിയ വിപ്ലവത്തിന് നാന്ദി കുറിച്ച, അതുപോലെ തന്നെ മണപ്പാട്ട് കുഞ്ഞമ്മദ് ഹാജിയുടെ സാന്നിധ്യത്തിൽ, ഗഫൂർ സാഹിബ് പോയോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പറയുകയാണ്, ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കി. അതിൻ്റെ 100-ാം വാർഷികം നമ്മളിവിടെ ചേരുന്ന സമയത്ത് യാതൊരു സംശയവുമില്ല, ഇത് ചരിത്രത്തിൽ ഒരിക്കലും മാറാത്ത സംഘമാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും, ഭാവിയിലും നിങ്ങൾ ദൗത്യം വിട്ട് കളിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.